നമസ്കാരം. സംസ്ഥാന മന്ത്രിസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട്, തലസ്ഥാന നഗരി ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ അനാസ്ഥ കൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങിയ ഒരു തൊഴിലാളി ശ്വാസം മുട്ടി പിടഞ്ഞു വീണ് മരിച്ച കാഴ്ച കേരളത്തിന് ഇപ്പോഴും മറക്കാറായിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള ആമയിഴഞ്ചാൽ തോട്ടിൽ ജോയി എന്ന ചെറുപ്പക്കാരൻ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഇറങ്ങിയത്, മാലിന്യം കോരി മാറ്റുവാൻ വേണ്ടി ഇറങ്ങിയത്. മാലിന്യം ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയ ജോയിയെ പിന്നീട് 2 ദിവസത്തിന് ശേഷം പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്ത് ആമയിഴഞ്ചാൽ തോട്ടിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ജോയിയെ കാണാതായതിനു ശേഷം രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടത്തുകയുണ്ടായെങ്കിലും മാലിന്യ കൂമ്പാരത്തിൽ ജോയി അകപ്പെട്ടു പോകുകയായിരുന്നു. അറവുശാല മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യവും അടങ്ങി കുന്നുകൂടി കട്ട പിടിച്ച് കോൺക്രീറ്റ് രൂപത്തിലായി ഒഴുകാൻ സാധിക്കാതെ ഇരുന്ന ആ തോട്ടിൽ ജോയി ആണ്ട് മുങ്ങുകയായിരുന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന ഏതാണ്ട് 17 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ തോട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പോലും ശുചീകരിക്കുവാൻ കോർപ്പറേഷനായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. വാട്ടർ അതോറിറ്റിക്കോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഈ അനാസ്ഥ കൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന, എന്ത് തൊഴിൽ ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ജോയി എന്ന ഈ ചെറുപ്പക്കാരന്റെ കുടുംബം അനാഥമായിരിക്കുന്നത്, അയാൾക്ക് അയാളുടെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നത്. ഇത് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയല്ലാതെ, സംസ്ഥാന മന്ത്രിസഭയുടെ കെടുകാര്യസ്ഥതയല്ലാതെ മറ്റ് എന്താണ് ഇതിന് ഉത്തരമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്? തിരുവനന്തപുരത്ത് ഏതാണ്ട് 17 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഈ ആമയിഴഞ്ചാൻ തോടിന്റെ 1.7 മീറ്റർ ഭാഗം മാത്രം, അതായത് 117 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ അധീനതയിലുള്ളത്. അഥവാ റെയിൽവേ തുരങ്കത്തിനടിയിലൂടെ കടന്നു പോകുന്നത് ഈ 117 മീറ്റർ തോട് മാത്രമാണ്. ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയാണ് ജോയി ഇറങ്ങിയത് എന്നുള്ള ഒരു സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയറും കേരള സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം ഇത് റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടുണ്ടായ മരണമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വൃഥ ശ്രമം നടത്തുന്നത്. എന്നാൽ ജോയിയെ കാണാതായി 48 മണിക്കൂറിന് ശേഷം ജോയിയുടെ മൃതദേഹം ഒഴുകിയെത്തിയത് പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്തായിരുന്നു എന്ന് പറയുമ്പോൾ, റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശുചീകരണങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഭാഗത്ത് ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ ജോയിയുടെ മൃതശരീരം ഒഴുകി പഴവങ്ങാടി ഭാഗത്തെത്തുന്നത്? അപ്പോൾ ആ ഭാഗത്ത് ഒഴുക്കുണ്ടായിരുന്നു എന്ന് വേണ്ടേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ? പിന്നെ ആരെയാണ് മന്ത്രിസഭയും മേയറും ഒരുപോലെ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ജോയിയുടെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് ഇതിൽ തങ്ങൾക്ക് പങ്കില്ല, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമാണ് ഇതിന്റെ പങ്കെന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ ലക്ഷ്യം നേടുവാൻ വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് മേയറും മുഖ്യമന്ത്രിയും അടക്കമുള്ള സംസ്ഥാന മന്ത്രിസഭയും ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. മാലിന്യ കൂമ്പാരം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ട ജോയിയുടെ വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ പ്രതിഫലം നൽകുന്നു, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നു എന്ന വാർത്തയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിക്ക് വീട് വെച്ച് കൊടുക്കും എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നു. എന്നാൽ ഈ വാർത്ത കേട്ടറിഞ്ഞ ജോയിയുടെ അമ്മയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എൻ്റെ മകൻ പോയി, ഇനി എന്തിനാണ് നിങ്ങളുടെ വീട് എന്നുള്ളതാണ് ആ അമ്മയുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ജോയി എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു, നമുക്ക് നല്ലൊരു വീട് വയ്ക്കാം. കേവലം 2.5 സെന്റ് പുരയിടത്തിലാണ് ജോയിയും അമ്മയും താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ഈ മാരായിമുട്ടത്ത് വടകര വീട്ടിൽ താമസിക്കുന്ന ജോയിയും അമ്മയും താമസിക്കുന്ന വീടിനുള്ള ഈ 2.5 സെന്റ് സ്ഥലത്തിന്റെ പോക്കുവരവ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ്. ഇവിടെയാണ് കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ, നിന്റെ വീട് ഇനി എനിക്ക് എന്തിനാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ വിങ്ങുന്ന മനസ്സ് മന്ത്രിക്കുന്നതായി കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. തന്റെ മകനെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷനും മന്ത്രിസഭയ്ക്കും തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ജോയിയുടെ ബന്ധുക്കളോടൊപ്പം ഈ അമ്മയും വിശ്വസിക്കുന്നത്. ചെറുപ്പം മുതലേ നീന്തലിൽ നല്ല വശമുണ്ടായിരുന്ന, അല്ലെങ്കിൽ നീന്താൻ നല്ല കഴിവുണ്ടായിരുന്ന കുട്ടി തന്നെയായിരുന്നു ജോയി. മുതിർന്നപ്പോഴും നീന്താൻ വശമുണ്ടായിരുന്നു. എന്നിട്ടും അവൻ വെള്ളത്തിൽ പോയി, അതും മാലിന്യ കൂമ്പാരത്തിൽ ആണ്ടുപോയി എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ വേദന. ഇന്നിപ്പോൾ ജോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ അവന് വീട് വെച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അമ്മയുടെ മനോവ്യഥയും അത് തന്നെയാണ്. എനിക്ക് എന്തിനാണ് നിങ്ങളുടെ വീട്, എൻ്റെ മകൻ പോയി, നിങ്ങൾ ഈ വീട് കൊണ്ടുപോയി തോട്ടിലെറിയൂ എന്ന ഭാവം തന്നെയാണ് ആ അമ്മയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആ അമ്മയുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ
കാണികൾക്ക് സാധിച്ചത്. ജോയി മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയ ആമയിഴഞ്ചാൽ ചോട് ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിന്റെ ശാപമായി തന്നെ വർത്തിക്കുന്നു, അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരം നിറഞ്ഞ തോടായി തന്നെ ഇപ്പോഴും വർത്തിക്കുന്നു. ഒരു കാരണവശാലും ആ തോട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഇപ്പോഴും കോർപ്പറേഷന് കൃത്യമായ രീതിയിൽ തന്നെ സാധിക്കുന്നില്ല. ഇപ്പോഴും അത് മാലിന്യ തോടായി തന്നെ അവിടെ അവശേഷിക്കുന്നു. മൂക്ക് പൊത്താതെ അതുവഴി കടന്നു പോകുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളുടെ പോക്ക്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പോലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നതിന്റെ ഭാഗം തന്നെയാണ് ജോയിയെ പോലുള്ള ഒരു ശുചീകരണ തൊഴിലാളി അതിദാരുണമായി ആ ആമയിഴഞ്ചാലിൽ പോയി മരിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ജോയിമാർ, ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ജോയിമാർ ഒരു കാരണവശാലും ഇതുപോലുള്ള മാലിന്യ കൂമ്പാരത്തിൽ പോയി മരിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന. ഇതിനിടയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ ഒരു സുപ്രധാനമായ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടന്നത് കേരളത്തിലെ ഏത് നഗരങ്ങളിലും ഏത് സ്ഥലങ്ങളിലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം കണക്കിലെടുത്ത് അടിയന്തരമായി തന്നെ എല്ലാ നഗരങ്ങളിലെയും ഓടകളും കാനകളും തോടുകളും വൃത്തിയാക്കുവാനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെതിരെ വടിയെടുക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനിയും ശുചീകരണ തൊഴിലാളികൾ ഇതുപോലുള്ള ഓടകളിലോ മാൻഹോളുകളിലോ പോയി അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അടിയന്തരമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ മുഖത്തു നോക്കി പ്രസ്താവിച്ചത്. ഇത് കൃത്യമായി തന്നെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ മുഖത്തേറ്റ താടനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് തിരുവനന്തപുരത്ത് സംഭവിച്ചത് നാളെ എറണാകുളത്തോ അല്ലെങ്കിൽ കണ്ണൂരോ മറ്റേതെങ്കിലും സ്ഥലത്ത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറഞ്ഞത്. എന്തായാലും ജസ്റ്റിസിന്റെ ഈ വാക്കുകൾ പിണറായി വിജയൻ സർക്കാരിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു ദാരുണ സംഭവത്തിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വീട് വെച്ച് കൊടുക്കും, കോർപ്പറേഷന്റെ സഹായത്തോടു കൂടി വീട് വെച്ച് കൊടുക്കും എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അത്രയും സമാശ്വാസകരം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാക്ക് പാലിക്കുവാൻ അവർക്കാകട്ടെ, അല്ലെങ്കിൽ ആ വാക്കും പഴയ ചാക്കും എന്ന രൂപത്തിലേക്ക് ഇതും നീങ്ങിപ്പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടപെട്ട് ജോയിയുടെ മാതാവിന് വീട് വെച്ച് കൊടുക്കും, വീട് വെച്ച് നൽകും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതിൽ പ്രത്യേകിച്ച് യാതൊരു സന്തോഷവും ഇല്ല എന്ന് തന്നെയല്ല, ഇനി എന്തിനാണ് അവൻ പോയതിനു ശേഷം നിങ്ങളുടെ വീട് എന്ന ഭാവം തന്നെയായിരുന്നു ജോയിയുടെ അമ്മയ്ക്കുണ്ടായിരുന്നത്. എന്തായാലും സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഭാഗത്തു നിന്ന് ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു അഥവാ വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നല്ല കാര്യം തന്നെ. ജോയിയുടെ വൃദ്ധ മാതാവെങ്കിലും ഇനിയുള്ള കാലം സുഖമായി ജീവിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം.